ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ് സ്റ്റോറീസ്. ഞങ്ങൾ നല്ലൊരു വെയിലേക്കുള്ള ദിവസം കേട്ടോ. ഞാൻ കാണിക്കാവേ. വെയിലൊക്കെ ഉള്ളപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കി. അയർലൻഡ് കാണാൻ സ്വർഗമാണേ, എന്ത് ഭംഗിയാന്ന് നോക്കി. അപ്പം ഞങ്ങൾ ഷോപ്പിംഗിന് പോവാം, ലിഡിൽ വരെ. അപ്പം ഷോപ്പിംഗിന് പോയിട്ട് ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഭംഗിയാന്ന് നോക്കി, പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുകയാണേ, ബ്യൂട്ടിഫുൾ. ഇപ്പോൾ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ടായി, വെതറൊക്കെ അടിപൊളിയായി, ഒന്നും പറയാനില്ല. നമ്മള് ലിഡിൽ എത്താറായി കേട്ടോ. ഇവിടെയാണ് ലിഡിൽ കേട്ടോ. അങ്ങനെ ഷോപ്പിങ്ങിന്റെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് കാണാവേ, എന്തൊക്കെയാ നമ്മളിന്ന് വാങ്ങിക്കുന്നേ. ഓക്കെ, ഇന്നത്തെ ഡ്രൈവർ ആശയാണ്. ആശയാണ് എന്നെ ലിഡിലിൽ കൊണ്ടുപോകുന്നേ. ആണ് ആശ. ആശ ഒരു ഹായ് പറഞ്ഞ്. അപ്പൊ ആശയാണ് എന്നെ ഡ്രൈവ് ചെയ്ത് ലിഡിലോട്ട് കൊണ്ടുപോകുന്നത് ഷോപ്പിങ്ങിന് വേണ്ടി. ഞങ്ങള് ഇന്ന് പോസ്റ്റ് കോൾ ആണ് കേട്ടോ, അപ്പൊ ഇന്ന് ഓഫാണ്. അപ്പം ഞങ്ങള് എന്റെ പൂക്കളൊക്കെ ഉണ്ട് അവിടെ. അങ്ങ് കാണാണ്ട് പിങ്ക് കളർ ഫ്ലവേഴ്സ്, എന്ത് നന്നായിട്ട് ഭംഗിയുണ്ടല്ലേ ഫ്ലവേഴ്സ് ബ്ലൂം ആയിട്ട് കാണാൻ. എനിക്കിവിടെ അടുത്ത് ഉള്ള ലിഡിൽ ഇതാണ് കേട്ടോ. ഇവിടെ ഓക്കെ ആണ് തിങ്സ് ഒക്കെ ഷോപ്പിംഗ് ചെയ്യാന്. അങ്ങനെ ഗൈസ്, നമ്മൾ ലിഡിൽ എത്തി കേട്ടോ. നല്ല സണ്ണിയാണ് ഇന്ന്, എന്ത് ഭംഗിയാന്ന് നോക്കി. ബ്യൂട്ടിഫുൾ വെതറാണ് കേട്ടോ ഇന്ന്. ഈ വെയിലത്തൊക്കെ ഇറങ്ങിയെടുക്കാനുള്ള സുഖമുണ്ടോ ഉണ്ടല്ലോ. എന്നുമാണ് നമ്മൾ ഒരു ക്ലൗഡി വെതറിലല്ലേ നമ്മളെപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ ഇന്നാണെങ്കിൽ നല്ല ഒരു വെയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണേ. നല്ല ഫൺ സൈസ് ഓറഞ്ച് ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. തണ്ണിമത്തിന് മാങ്ങ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പ്ലം ആണോ, നല്ല ബ്രെഡ് ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ട് കേട്ടോ. നാട്ടിലൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ പച്ചക്കറികളൊക്കെ ഭയങ്കര കുറവാട്ടോ. കൂടുതലുള്ളത് പൊട്ടാറ്റോസും പിന്നെ ഒനിയൻസും പിന്നെ വെറൈറ്റി ഓഫ് പൊട്ടാറ്റോസ് കിട്ടും. ഇതാണ് ഇവിടുത്തെ കേട്ടോ ചീനി കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോ. പിന്നെ നമുക്കിവിടെ ഒരു പിങ്ക് കളർ പൊട്ടാറ്റോ കിട്ടും കേട്ടോ, ഐറിഷ് പൊട്ടാറ്റോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ സ്റ്റേപ്പിൾ ഫുഡ് പൊട്ടാറ്റോ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ചിക്കനൊക്കെ റെഡിയാക്കുവാണേ. ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പപ്സൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. അതാണ് ഓനിയനൊക്കെ സോട്ട് ചെയ്യുവാണേ. പിന്നെ കുറച്ച് സാലഡോട് ഉണ്ടാക്കുവാണേ, കാരണം എല്ലാവരും ഡയറ്റിലാണ് കേട്ടോ. അപ്പം കുറച്ച് സാലഡോട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയി ഒരു ചായ ഒക്കെ കുടിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം. ഗ്രില്ല് ചെയ്യാൻ ഒരു 20 മിനിറ്റ്സ് എടുക്കുമല്ലോ. അപ്പം അവിടെ ഇരുന്ന് നല്ല വെയിലൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോ കഥകളും പറഞ്ഞിരിക്കുകയാണേ. വല്ലപ്പോഴും ഒരുമിച്ചെല്ലാവരും കിട്ടത്തുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് ഓഫ് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ദിവസം കിട്ടാൻ പാടാട്ടോ, കാരണം നല്ല വെയിലുണ്ടായിരുന്നു ഇന്ന്. വെയിലെന്ന് വെച്ചാൽ ഒരു 19-20 ഡിഗ്രീസ് ഉള്ളായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നേ. അയർലൻഡിൽ പൊതുവേ ഇങ്ങനെ ഒരു 20 ഡിഗ്രീസ് 21 ഡിഗ്രീസ് ആകുമ്പോഴേ നല്ല ചൂടാട്ടോ വെയിലിന്. പിന്നെ ഇത് ഞങ്ങളുടെ ബാക്ക് ഗാർഡൻ ആട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ പുറവശമാണേ. പിന്നെ ഈ വെളുത്തിരിക്കുന്നത് ഞങ്ങളുടെ ചെറിയമരമാണ് കേട്ടോ. എല്ലാ വർഷവും ഈ സമയമാകുമ്പം സ്പ്രിംഗ് ഒക്കെ ആകുമ്പം ഈ ചെറിയമരം നന്നായിട്ട് പൂത്ത് നിൽക്കുവേ. എന്ത് ഭംഗിയാണ് കാണാൻ, നല്ല വെളുത്ത് പഞ്ഞി പോലെ ഇരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പം ഒരാഴ്ച കഴിയുമ്പം ഈ പൂവൊക്കെ പൊഴിഞ്ഞു പോവേ. അപ്പോൾ ഇപ്പോഴാണ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ അടിയിൽ ഇതിന് ഭംഗിക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു മാസം കഴിയുമ്പം നല്ല കായൊക്കെ ആവും കേട്ടോ. പക്ഷേ ഞാനൊരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ പക്ഷികളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് പക്ഷികളൊക്കെ എല്ലാം തിന്നിട്ട് പോകും കേട്ടോ. നമുക്ക് കിട്ടുന്ന 1, 5, 6 ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. എന്നാലും ഞങ്ങളൊരു കൂടൊക്കെ ഇട്ട് കവർ ചെയ്ത് വെക്കുവേ. അങ്ങനെയാട്ടോ നമുക്ക് കുറച്ചെങ്കിലും കിട്ടുന്നേ. അല്ലെങ്കിൽ എല്ലാം പക്ഷികളെ ഒന്ന് കഴിച്ചിട്ട് പോവേ. പിന്നെ എന്താ പറയുക, ഓരോ കഥകളും പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. വെയിലൊക്കെ പോയി പിന്നെ ഭയങ്കര തണുപ്പാട്ടോ. ഒരു 6 ഡിഗ്രീസ് 7 ഡിഗ്രീസ് ഒക്കെ കാണുവേ. വെയിൽ പോയപ്പോൾ നമുക്ക് പുറത്തിരിക്കാനേ പറ്റില്ല, നല്ല തണുപ്പായിരിക്കും. വെയിലത്തുള്ള ചൂടേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്ന് ചിക്കനൊക്കെ ഇവിടെ റെഡിയായി കേട്ടോ. പാരലലി പപ്സിന് റെഡിയായേ. എൻ്റെ പപ്സിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ, ഉടനെ ഇടാവേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്നാൽ കുറച്ച് ഫോട്ടോസ് എടുത്താലോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യണ്ടേ? ഇത്രയും ഭംഗിയായി ചെറിമരം പൂത്ത് നിൽക്കുമ്പം എങ്ങനെയാ ഫോട്ടോസ് എടുക്കാതെ വീട്ടിൽ പോവാ അല്ലേ? അതും ഇത്രയും നല്ല വെതറും ഉള്ളപ്പം. എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഡേ ഒരു പീസ്ഫുൾ ഡേ ആയിരുന്നേ. കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് സൂര്യനും അസ്തമിച്ച്. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ കേട്ടോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. Say bye to my viewers.